അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്മാർട്ട് സ്കോളർഷിപ്പ് 2024-25 30-ാം തീയതി 30/11/2024 നടന്ന മെയിൻ പരീക്ഷയുടെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഈ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൻ്റെ ജനറൽ പാർട്ടിൽ നിന്നുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. പക്ഷേ അതെല്ലാ ക്ലാസ്സിൻ്റെയും എല്ലാം വരുന്നതായിരിക്കും കേട്ടോ. 10ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കൈവശമില്ല. അറിയുന്നവർ ഉള്ള ആളുകൾ എന്ത് ചെയ്യുക, എൻ്റെ നമ്പറിലേക്കൊന്ന് വാട്സപ്പ് ചെയ്യണം. എൻ്റെ നമ്പർ 96 05 28 56 29 ഈ നമ്പറിലേക്കൊന്ന് വാട്സപ്പ് ചെയ്യണേ. എന്നാൽ 10ാം ക്ലാസ്സിൻ്റെ ഇവിടെ ബാക്കിയുള്ളത് എല്ലാ ക്ലാസ്സിൻ്റെ എന്ത് ചെയ്യും വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. 31ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ വാക്സിൻ? ഇനി പറയുന്നവയിൽ വാക്സിൻ അല്ലാത്തത് ഏതാണ്? പ്രൊജസ്ട്രോൺ ആണ്. പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞാൽ സ്ത്രീകളിലൊക്കെ ഉണ്ടാകുന്നൊരു ഹോർമോണാണ് കേട്ടോ. BCG, അതുപോലെ ആൻറ്റി റാബീസ്, അതുപോലെ പോളിയോ വാക്സിനൊക്കെ വാക്സിനാണ്. വാക്സിൻ അല്ലാത്ത ഇതാണ് പ്രൊജസ്ട്രോൺ ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇൻസ്ട്രുമെൻറ്റ് ഫോർ മെഷറിങ് ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാ? സ്ഫിഗ്മോ മാനോമീറ്റർ. ഓപ്ഷൻ സി ആണ്, സ്ഫിഗ്മോ മാനോമീറ്റർ. 33ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സാധാരണ മനുഷ്യനിൽ അടങ്ങിയിരിക്കുന്ന ക്രോമസോമുകളുടെ എണ്ണം എത്ര എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. ഓപ്ഷൻ ബി 46 ക്രോമസോമാണ്. 23 ജോഡി അല്ലെങ്കിൽ 46 എണ്ണം ക്രോമസോമുള്ളത് കേട്ടോ. 34ാമത്തെ ക്വസ്റ്റ്യൻ, മേജർ റീസൺ ഫോർ എയർ പൊല്യൂഷൻ, വായു മലിനീകരണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ഏതാണ്? ഫോസിൽ ഫ്യൂവൽസ്, പെട്രോളിയം, ഡീസൽ പോലത്തെ ജൈവ ഇന്ധനങ്ങൾ. ജൈവിക അവശിഷ്ടങ്ങൾ ജീർണിച്ചിട്ടാണല്ലോ, ജീവികളുടെ അവശിഷ്ടങ്ങൾ ജീർണിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? പെട്രോൾ ഉണ്ടാവുന്നത്. അതുപോലെ സസ്യാവശിഷ്ടങ്ങൾ ജീർണിച്ചാണ് എന്തുണ്ടാവുന്നത്? കൽക്കരി ഉണ്ടാകുന്നത് അല്ലേ, കൽക്കരി. അപ്പോൾ അത്തരം വസ്തുക്കളാണ് എന്ത് ഉദ്ദേശിക്കുന്നത് എന്നതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് വായു മലിനീകരണം സംഭവിക്കുന്നത്, ഫോസിൽ ഫ്യൂവൽസ്. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ, മഹൽവാരി സിസ്റ്റം വാസ് ഇൻട്രഡ്യൂസ്ഡ്. മഹൽവാരി സംവിധാനം നടപ്പിലാക്കിയത് ആര് എന്നുള്ളതാണ്. നമുക്കറിയാം, ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ 3 തരം നികുതി വ്യവസ്ഥകളാണ് ഉണ്ടായിരുന്നത്. ജമീന്ദാരി സിസ്റ്റം, റൈറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം. അതിൽ ബംഗാൾ ആ ഭാഗങ്ങളിൽ നടപ്പിലാക്കിയത്, ബംഗാൾ ബീഹാർ ഭാഗങ്ങളിൽ പിന്നെ കോൺവാലിസ് പ്രഭു നടപ്പിലാക്കിയതാണ് എന്നുള്ളത് ജമീന്ദാരി സിസ്റ്റം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്, ഇനി വേറെ പരീക്ഷയ്ക്ക് ചോദിക്കാനൊക്കെ സാധ്യതയുള്ളതാണ് ഇത്. ജമീന്ദാരി സിസ്റ്റം കേട്ടോ, ജമീന്ദാരി സിസ്റ്റം. ഇത് ആര് നടപ്പിലാക്കി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അധികം ചോദ്യത്തിൽ കാണാറുള്ളത്. അതിൻ്റെ ഉത്തരം കോൺവാലിസ് പ്രഭുവാണ്. ഇവിടെ ചോദിച്ചതെല്ലാം, ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏതാണ്? മഹൽവാരി സിസ്റ്റം കേട്ടോ. മഹൽവാരി സിസ്റ്റം നടപ്പിലാക്കിയത് ആര് എന്നുള്ളതാണ്. മഹൽവാരി സിസ്റ്റം നടപ്പിലാക്കിയത് ആരാണ്? ഹോൾട്ട് മെക്കൻസി ആണ്. ഹോൾട്ട് മെക്കൻസി. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇതിൽ തന്നെ തോമസ് മൺറോ, റൈറ്റ് വാരി എന്ന് ഞാൻ സിസ്റ്റം പറഞ്ഞു. തോമസ് മൺറോ ആണ് റൈറ്റ് വാരി സിസ്റ്റം നടപ്പിലാക്കിയിട്ടുള്ളത് കേട്ടോ. കോൺവാലിസിൻ്റെ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത് ജമീന്ദാരി സിസ്റ്റമാണ്. ഒന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക, വേറെ പല പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ, ബാക്ക് ബോൺ ഓഫ് മോഡേൺ ഇൻഡസ്ട്രി, ആധുനിക വ്യവസായത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഏതാണ്? അയൺ സ്റ്റീൽ, ഇരുമ്പും ഉരുക്കും കേട്ടോ. ഓപ്ഷൻ എ ആണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ, ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ മെറ്റ് ഫോർ ഫസ്റ്റ് ടൈം, ആദ്യമായി ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി യോഗം ചേർന്നത് എന്നുള്ളതാണ്. ഉത്തരമായി വരുന്നത് 1946 ഡിസംബർ 9 കേട്ടോ. 2 വർഷവും 11 മാസവും 17 ദിവസവും വെച്ച് രൂപീകരിച്ചു ഈ നിർമ്മാണ സമിതി. നമ്മുടെ ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്നത് അല്ലേ. ഇതാണ് നമ്മുടെ റിപ്പബ്ലിക്കായ ഡേ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് കേട്ടോ.
രൂപീകരിക്കുന്നത് ഡിസംബർ 6 ഈ ഡിസംബർ 6 കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ എന്താവുന്നത് ആദ്യ യോഗം ചേരുന്നത് കേട്ടോ. ശരി, അപ്പോൾ 37 ഉത്തരം ഓപ്ഷൻ സി 1946 ഡിസംബർ 9. ഓക്കെ. 39ാമത്തെ ക്വസ്റ്റ്യൻ, സതേൺ ഇന്ത്യ ഈസ് സെപ്പറേറ്റഡ് ഫ്രം നോർത്തേൺ പ്ലെയിൻ ബൈ. എന്നുവെച്ചാൽ സതേൺ ഇന്ത്യ, ദക്ഷിണേന്ത്യ, സൗത്ത് ഇന്ത്യ എന്ത് ചെയ്യുന്നു, ഉത്തര സമതലത്തിൽ നിന്ന് വേർതിരിക്കുന്നു. ഉത്തര മഹാസമുദ്രം എന്ന് പറഞ്ഞാൽ ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു നദീ സമതലങ്ങളുണ്ട്. അതാണ് ഉത്തര സമതലം എന്ന് പറയാം. ഉത്തര മഹാസമതലം കേട്ടോ. വടക്കൻ സമതലം ഒക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഉത്തര മഹാസമതലം, വടക്കൻ സമതലം ഒക്കെ പറയാം. നോർത്തേൺ പ്ലെയിൻ എന്നൊക്കെ പറയാം. അപ്പോൾ ആ പ്ലെയിനിൽ നിന്ന് ദക്ഷിണേന്ത്യയെ വേർതിരിക്കുന്നത് ഏതാണ്? വിന്ധ്യ മൗണ്ടെയ്ൻസ് ആണ്, വിന്ധ്യ പർവ്വതങ്ങൾ കേട്ടോ. ഓപ്ഷൻ എ ആണ് വരിക. ഇനി നമുക്ക് 39ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് കൺട്രി ലോസ്റ്റ് മോർ ദാൻ 2000 പീപ്പിൾ ഇൻ ലാൻഡ് സ്ലൈഡ് ഓൺ 2024 മെയ് 24? എന്ന് വെച്ചാൽ 2024 മെയ് 24 2000-ഓളം ആളുകളുടെ മരണത്തിന് കാരണമായ മണ്ണിടിച്ചിൽ അല്ലേ, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ എന്നൊക്കെ പറയും അല്ലേ, ഉണ്ടായത് എവിടെയാണ് എന്നുള്ളതാണ് അല്ലേ. 2024 മെയ് 24 ഉണ്ടായ മണ്ണിടിച്ചിൽ 2000-ലധികം ആളുകൾ നഷ്ടപ്പെട്ട രാജ്യം ഏതാണ്? പാപ്പുവ ന്യൂ ഗിനിയ കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. പത്രങ്ങളിലൊക്കെ കണ്ടിരിക്കും. 40ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇന്ത്യൻ പ്ലെയർ ടു ജോയിൻ ഖത്തർ ഫുട്ബോൾ ടീം. ഖത്തർ ഫുട്ബോൾ ടീമിൽ ജോയിൻ ചെയ്ത ഇന്ത്യൻ ഫുട്ബോൾ താരം ആര് എന്നുള്ളതാണ്. തഹ്സീൻ മുഹമ്മദ് ജംഷീദ് എന്ന വ്യക്തിയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് വരിക. തഹ്സീൻ ജംഷീദ് അല്ലെങ്കിൽ തഹ്സീൻ മുഹമ്മദ് ജംഷീദ് എന്ന വ്യക്തിയാണ് ഇന്ത്യൻ ഒറിജിനാണ് കേട്ടോ. ശരി, 41ാമത്തെ ക്വസ്റ്റ്യൻ, നേവ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡയഗ്നൈസ്. നേവ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിനാണ് നടത്തുന്നത് കേട്ടോ. നിർണ്ണയിക്കാനാണ് നടത്തുന്നത്. ഏത് നേവ ടെസ്റ്റ് ഏതാണ്? എയ്ഡ്സ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായി. ഇനി 42ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് മീൻസ് ന്യൂ പാലസ്? ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ ആ പേരിൻ്റെ അർത്ഥമാണ് ന്യൂ പാലസ്, പുതിയ കൊട്ടാരം എന്നർത്ഥം വരുന്ന സംസ്ഥാനം? അതേതാണ്? ഓപ്ഷൻ സി സിക്കിമാണ്. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദി വെർബ്. ശരിയായി വെർബ് ഉപയോഗിച്ചത് ഏത് ഓപ്ഷനാണെന്നുള്ളത്, ഏത് ഓപ്ഷനാണ് ഇവിടെ വരുന്ന ശരിയായ വെർബ്? ഈ ഒഴിഞ്ഞ ഭാഗത്ത് ഉപയോഗിക്കാൻ പറ്റിയ ശരിയായ വെർബ് ഏതാണെന്നുള്ളതാണ്. എന്താണ്? ഷീ ഡാഷ് ടു ദ മാർക്കറ്റ് വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. റെയിനിങ് തുടങ്ങിയപ്പോൾ അവൻ മാർക്കറ്റിലേക്ക് പോയി എന്നാണ് അർത്ഥം വരിക അല്ലേ. സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയല്ലോ, ഒരു കഴിഞ്ഞ കാലഘട്ടവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ എന്ത് വരുള്ളൂ? ഷീ ഗോസ് എന്ന വരില്ല. പറഞ്ഞാൽ ഷീ പിന്നെ സിമ്പിൾ പ്രസൻ്റ് ആകുമ്പോൾ ഗോസ് എന്ന ഒരു ഗോൻ്റെ കൂടെ ഇഎസും കൂടെ വേണം സിമ്പിൾ പ്രസൻ്റ് ആകുമ്പോൾ. അത് ഇവിടെ പറ്റില്ല. ഇവിടെ സ്റ്റാർട്ടഡ് എന്നൊരു വെർബ് ഉണ്ടായതുകൊണ്ട് പാസ്റ്റിലേക്ക് തന്നെ വേണം. ഗോയിങ് ഒറ്റയ്ക്ക് വെർബായിട്ട് വരില്ല. ഈസോ ആറാമോ വാസ് വേറൊക്കെ വരണം. അല്ലെങ്കിൽ പിന്നെ ജെറണ്ടായിട്ട് വേറൊരു ഉപയോഗമുണ്ട്, നോണായിട്ടുള്ള ഉപയോഗം ഇവിടെ അല്ല, ഇവിടെ വെർബാണ് വേണ്ടത്. ഗോൺ, ഹാസ്, ഹാഡ്, ഹാവ് എന്നിനോട് കൂടെ, അല്ലെങ്കിൽ പിന്നെ പാസീവ് വോയിസ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഗോണിനെ കാണാറുള്ളത്. ഇവിടെ അതിൻ്റെ പ്രയോഗമല്ല. അപ്പോൾ ഇതൊന്നുമല്ല, ഇവിടെ ഉത്തരം വെൻ്റ് മാത്രമേ വരുള്ളൂ. ഓപ്ഷൻ സി ആണ്. ഓക്കെ. 44ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പാസീവ് വോയിസ്. ശരിയായ പാസീവ് വോയിസ് തിരഞ്ഞെടുക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കറിയാം. ആദ്യം ഒബ്ജക്റ്റ് വരും, പിന്നെന്ത് ചെയ്യും, പിന്നെ തേർഡ് ഫോമാണ് ഉപയോഗിക്കുക. ഇതിൻ്റെ വെർബിൻ്റെ തേർഡ് ഫോം. അതിന് മുന്നേ നമ്മൾ ING ആണെങ്കിൽ ആർ ബീയിങ്, ഈസ് ബീയിങ്, ആം ബീയിങ് അങ്ങനെ ഒരു ആറൊക്കെയാണ്, അല്ല ആസ് ബീയിങ് അല്ല, ആർ ഉപയോഗിച്ച് ആർ പെയിൻറ്റിങ്, ഈസ് പെയിൻറ്റിങ്,
ആം പെയിൻറ്റിങ് അല്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ പെയിൻറ്റിങ് ഈ രൂപത്തിലുള്ള പ്രയോഗമാണെങ്കിൽ പാസീവിൽ ഈസ് ബീയിങ് ആർ ബീയിങ് അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടാവും. അത് നോക്കിയാൽ തന്നെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ബീയിങ് ഇല്ല, ഇവിടെയും ബീയിങ് ഇല്ല. ING ഫോമിൽ ബീയിങ് ഉണ്ട് എന്ന് മാത്രം അറിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഉത്തരം കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇത് ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് വരിക കേട്ടോ. ദ ഹൗസ് ഈസ് ബീയിങ് പെയിൻറ്റഡ് കേട്ടോ. ഇനി 45ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് കൺജങ്ഷൻ. ശരിയായ കൺജങ്ഷൻ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യാനുള്ളതാണ്. 45ാമത്തെ ക്വസ്റ്റ്യൻ ഏതാ വരിക? ഐ ലൈക്ക് ബോത്ത്, രണ്ടും അല്ലേ, ആപ്പിൾസും ഉണ്ട് അതുപോലെ ഓറഞ്ചും, രണ്ടും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആൻഡ് വരും, ഓപ്ഷൻ എ വരും. 46ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് പ്രപ്പോസിഷൻ. ശരിയായ പ്രപ്പോസിഷൻ എന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കാനുള്ളതാണ്. ദ ഡോഗ് ഈസ് ഹൈഡിങ് അണ്ടർ ദ സോഫ എന്ന് വരിക. അണ്ടർ ദ സോഫ, ഓപ്ഷൻ ബി വരും. ഇനി മാത്സാണ്, വളരെ ശ്രദ്ധിക്കുക. അത്ര വലിയൊരു ടൈറ്റിലൊന്നുമല്ല, എന്നാലോ 7ാം ക്ലാസ്സിന് എനിക്ക് തോന്നുന്നത് ഇതിനെക്കാട്ടി ഒന്നുകൂടി ടൈറ്റാണ്. ഇതൊന്നുകൂടി ശ്രദ്ധിച്ചാൽ ഇത്ര എഴുതാൻ പറ്റുന്നതാണ് എല്ലാ ക്വസ്റ്റ്യനുകളും. 47ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, വൃത്തങ്ങൾ ഉപയോഗിച്ച് രൂപപ്പെട്ട ഒരു ശ്രേണിയാണ് ഇത് അല്ലേ. വൃത്തങ്ങൾ ഉപയോഗിച്ച് കുറേ ചെറിയ ചെറിയ വൃത്തങ്ങൾ, ഇവിടെ കുറേ 6 വൃത്തം കാണുന്നു. ഇവിടെ എണ്ണി നോക്കിയാൽ 10 കാണാം. 6 എന്തായത് 10 ഇവിടെ നോക്കിയാൽ 14 കാണാൻ കഴിയും. എണ്ണി നോക്കുക 14. ഇവിടെ ചോദിച്ചാൽ 18 കാണാൻ കഴിയും. ഇങ്ങനെയാണ് ഇതിന് വൃത്തത്തിൻ്റെ ഒരു ഓർഡർ പോകുന്നത് കേട്ടോ. ഇത് മനസ്സിലാക്കിയാൽ മതി. വേറെ ഈ ചിത്രങ്ങൾ കണ്ടിട്ട് വേറെ രൂപപ്പെടുത്തിയിട്ട് നമുക്ക് ആ വൃത്തം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വൃത്തത്തിൻ്റെ രൂപത്തിലുള്ള ഇങ്ങനത്തെ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പാറ്റേൺ ഉണ്ടാക്കിയിട്ട് എണ്ണി നോക്കാം. പക്ഷേ ഇത് ഈ രൂപത്തിൽ നോക്കിയാൽ മതി. ഒന്നാമത്തതിൽ എന്ത് 6, രണ്ടാമത്തതിൽ 10, മൂന്നാമത്തതിൽ 14, നാലാമത്തതിൽ 18 എന്ന് വെച്ചാൽ ഓരോന്നിനും 4 വെച്ച് കൂടിപ്പോകുന്ന രൂപ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, പാറ്റേൺ 8 ഉള്ളതിനേക്കാൾ എത്ര സർക്കുലർ പാറ്റേൺ 10 ഉണ്ടാകും? അപ്പോൾ 1 കൂടുമ്പോൾ 8 കൂടുതലേക്കാരം 9, അതിനേക്കാൾ 4 കൂടുതലേക്കാരം 10 അല്ലേ. 8 എന്ന ഒന്നാമത്തെ പാറ്റേൺ അല്ല, എന്ന പോലെ 8ാമത്തെ പാറ്റേണിലുള്ളതിനേക്കാൾ 4 കൂടുതലായിരിക്കും 9-ലുള്ളതിനേക്കാൾ 4 കൂടുതലായിരിക്കും ഇതിൽ 10. അപ്പോൾ സ്വാഭാവികമായിട്ടും 8-ലും 10-നുള്ളതിന് ഡിഫറൻസ് എത്ര വരും? 8 എന്ന് വരും. എത്ര വരും? 8 എന്ന് ഓപ്ഷൻ സി വരും കേട്ടോ. ഓപ്ഷൻ സിയിലുള്ള ആൻസർ എന്ത് ചെയ്യും? ഓപ്ഷൻ സി 8 എന്ന് ഉത്തരം വരും കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫൈൻഡ് ദ മിസ്സിങ് നമ്പർ. ഇവിടെ ഒരു സംഖ്യ മിസ്സാണ്. ഈ സംഖ്യ ഇവിടെ ഈ 3ാമത്തെ കള്ളിയിൽ ഇവിടെ ഒന്ന് മിസ്സിങ് ഉണ്ട് അല്ലേ, ആ സംഖ്യ. അവിടെ നമുക്ക് ഏതാണെന്ന് കണ്ടെത്തണം. അതാണ് ഫൈൻഡ് ദ മിസ്സിങ് നമ്പർ ഇഫ് ദ നമ്പർ റൂൾസ് ഈസ് ദ സെയിം റൂൾ ഈസ് ഫോളോവ്ഡ് ഇൻ ആൾ 3 ഫിഗർ. 3 ഫിഗറിലും ഒരേ നിയമമാണ് പാലിക്കുന്നതെങ്കിൽ ആ മിസ്സിങ് ആയ 3ാമത്തിലുള്ള ഇതിലും ഒരേ നിയമമാണ്. അതേ നിയമം തന്നെയാണ് ഇതിന് പാലിക്കുന്നത്. എന്താണ് നിയമം? ഇവിടെ ഈ 5ഉം 4ഉം കൂട്ടിയാൽ 9 കിട്ടും അല്ലേ, അതൊരു നിയമം. ആ നിയമം നമ്മൾ മനസ്സിലാക്കി ഇതിൽ ഇങ്ങനെ ചിന്തിച്ച് 1-2 ക്വസ്റ്റ്യൻ ഇങ്ങനെ സംഖ്യകളിലേക്ക് നോക്കുമ്പോൾ തിരിയും. അതുപോലെ 5ഉം 4ഉം ഗുണിച്ചാൽ 20 കിട്ടും അല്ല, ഈ 4 20 അല്ല, അല്ലെങ്കിൽ 4 5 20. അതുപോലെ തന്നെ 3ഉം 8ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 11 കിട്ടും. 3ഉം 8ഉം ഗുണിച്ചാൽ എത്ര കിട്ടും? 24 കിട്ടും. അതുപോലെ ഇവിടെ നോക്കൂ, 9ഉം 4ഉം കൂട്ടിയാൽ ഇവിടെ 13 കിട്ടി. ഇനി 9ഉം 4ഉം ഗുണിച്ചാൽ നമുക്ക് 36 കിട്ടണം. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ എന്താ 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. റാഷിദ പറഞ്ഞു. റാഷിദ എന്നൊരു മോള് പറഞ്ഞു. എന്ത് പറഞ്ഞു? റാഷിദ 6 എന്നിട്ടു. റാഷിദ പറഞ്ഞു, എൻ്റെ മുത്തച്ഛൻ്റെ, അച്ഛൻ ഇവിടെ വരും, അച്ഛൻ്റെ മുകളിലാണ് മുത്തച്ഛൻ വരിക അല്ലേ, 3 ഇട്ടൊക്കെ. എൻ്റെ മുത്തച്ഛൻ്റെ ഏക മകൻ്റെ, അപ്പോൾ മുത്തച്ഛന് ആകെ ഒരു മകനുള്ളൂ. അപ്പോൾ ഈ റാഷിദൻ്റെ അച്ഛനെ ആയിരിക്കും ഇത് കേട്ടോ, അതിനെ ഉദ്ദേശിക്കുന്നത്. മകൻ്റെ സഹോദരനാണ്. മകനിത് അച്ഛന്, അതിൻ്റെ മകനില്ല, അവൻ്റെ മകൻ്റെ ഒരു മകൻ ഇവിടെയും വരും കേട്ടോ. അപ്പോൾ റാഷിദാൻ്റെ സഹോദരനായിട്ട് ഇത് വരും മകൻ.
ആ മകൻ്റെ സഹോദരൻ. അപ്പോൾ ഇവരൊക്കെ എല്ലാം കൂടെ റാഷിദാൻ്റെയും ഈ മകൻ്റെയും ഇവരൊക്കെ ഒരുപാട് സഹോദരന്മാരാണ് അല്ലേ? ഇവിടെ ഒരു സഹോദരൻ വരും. മകൻ്റെ സഹോദരനാണ് അവൻ, ഈ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തി. കാരണം ഇവളെ സഹോദരനാണ്. അപ്പോൾ ആ മനുഷ്യൻ റാഷിദയുമായുള്ള ബന്ധം എന്താ? ബ്രദർ എന്ന് വരും. ഓപ്ഷൻ എ ബ്രദർ എന്ന് വരും. ഇവിടെ എന്ന് വിചാരിക്കുന്നു. ആ രൂപത്തിലാണ് കണ്ടെത്തേണ്ടത് കേട്ടോ. ഒരു ചെറിയ പിക്ചറൈസ് ചെയ്യുക, ഒന്ന് എഴുതി വെക്കുക ജസ്റ്റ് ഒന്ന്. റാഷിദ അച്ഛന് മുത്തച്ഛന് മുകളിൽ കൊടുത്തു. ആ മുത്തച്ഛൻ്റെ മകനാണ് മകൻ. ഏക മകൻ എന്ന് പറയുമ്പോൾ പിന്നെ ആ ഒരു മകൻ തന്നെ ഉള്ളല്ലോ. ശരി, നമുക്ക് 50ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 50ാമത്തെ ക്വസ്റ്റ്യൻ 3/7 4/7 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഹരിക്കണം ബ്രാക്കറ്റിനുള്ളിൽ 7/5 -4/10. പെട്ടെന്ന് ഞാൻ ഇതിന് കിട്ടേണ്ട രൂപം പറയാം, വിശദമായി പറയേണ്ടതാണ്. എന്നാലും ഒന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. കിട്ടുമായിരിക്കും, ഇത് പറയുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും. അറിയുന്നവർക്ക് സിമ്പിളായിരിക്കും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ കൂട്ടാനുള്ളതാണ് ഫസ്റ്റത്തെ ബ്രാക്കറ്റിൽ അല്ലേ? അപ്പോൾ കൂട്ടാനുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടിയിൽ സെയിം ആണ്, മുകളിൽ ജസ്റ്റ് കൂട്ടിച്ചാൽ മതി കേട്ടോ. എന്താ? അപ്പോൾ 3/7 + 4/7 അടിയിൽ സെയിം ആയതുകൊണ്ട് അടിയിലൊന്നും ചെയ്യേണ്ട, ഈ മുകളിലത്തെ മാത്രം കൂട്ടിയാൽ മതി. ഇങ്ങനെയാണ് കൂട്ടും ഭിന്നസംഖ്യ ഫ്രാക്ഷൻ കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ 3 + 4 7 ആയില്ലേ? അപ്പോൾ ഇവിടെ ഉത്തരം 7/7 ആയി. 7/7 7/7 പറഞ്ഞാൽ ഏത് സംഖ്യനെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഹരിച്ചാൽ ഉത്തരം 1 ആണല്ലോ. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ബ്രാക്കറ്റിൻ്റെ ഉത്തരം ഇവിടെ 1 ആയി ചുരുക്കി. ഇനി നമുക്ക് രണ്ടാമത്തെ ബ്രാക്കറ്റ് നോക്കാം. അത് ഹരിക്കണം കേട്ടോ. നോക്കാം, ഡിവിഷൻ ചെയ്യേണ്ടതാണ്. ഇനി രണ്ടാമത്തെ ബ്രാക്കറ്റ് നോക്കാം. രണ്ടാമത്തിൻ്റെ അടിയിൽ സെയിം അല്ല, അപ്പം നമുക്ക് സെയിം ആക്കാം. എങ്ങനെ സെയിം ചെയ്യാം? ലസാഗു വെച്ച് LCM വെച്ച് സെയിം ചെയ്യാം. LCM എന്താണെന്നൊക്കെ നമ്മൾ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കുന്ന രൂപത്തിൽ പറയാം. ഇവിടെ വന്നിട്ടുള്ളത് 7/5 അല്ലേ? 7/5 -4/10 അല്ലേ? ഇതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അടിയിൽ സെയിം അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ലസാഗു LCM ലീസ്റ്റ് മൾട്ടിപ്പിൾ കേട്ടോ. അത് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ 5ഉം 10നെയും സെയിം ആക്കുക. അങ്ങനെ സെയിം ആക്കുക, ഇത് രണ്ടും ഈ 10ൻ്റെ പട്ടികയിൽ വരുന്നതാണ് 5ഉം അല്ലേ? അപ്പോൾ നമ്മൾ സെയിം ആക്കുമ്പോൾ അങ്ങനെ സെയിം ആക്കുക. രണ്ടിടത്തും 10 കൊടുക്കുക, വലിയ സംഖ്യ കൊടുക്കുക. 10 ആക്കുക, ഇവിടെ 10 ആക്കുക, മറ്റോടത്ത് 10 ആക്കുക, മൈനസ് ഇവിടെയും 10 ആക്കുക കേട്ടോ. ഇവിടെയും 10 കൊടുക്കുക. പിന്നെ മുകളിൽ ഇതിൻ്റെ സംഖ്യ എന്താ വെച്ചാൽ ഇവിടെ 10 4/10 അല്ല, അത് അതേമാതിരി തന്നെ കൊടുക്കുക. ഈ സംഖ്യ നമ്മൾ 5-നല്ലേ നമ്മൾ മാറ്റം വരുത്തി ഇവിടെ 10 ആക്കിയത്. എത്ര കൊണ്ട് ഗുണിച്ചാണ് നമ്മൾ 10 ആക്കിയത്? 2 കൊണ്ട് ഗുണിച്ചാണ് ഇവിടെ 10 ആക്കിയത് അല്ലേ? അതുപോലെ ഇതിന് മുകളിലുള്ള സാധനം ഈ 7നെയും 2 കൊണ്ട് ഗുണിക്കുക, അപ്പോൾ 14 ആകും. അപ്പോൾ എന്തായി? 14/10 - 4/10. ഇനി ഇവിടെ അടിയിൽ സെയിം ആയതുകൊണ്ട് ഇനി ഇത് രണ്ടും ചെയ്താൽ മതി. 14-ൽ നിന്ന് എത്ര കുറക്കുക? 4 കുറച്ചാൽ എന്ത് വരും? 14-ൽ 4 കുറച്ചാൽ 10 ആവും. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര വരും? 10/10 വരും. 14-ൽ 10 ആയി, അടിയിലും 10 അല്ലേ? 10/10. 10/10ഉം സെയിം 1 തന്നെയാണ്. സമൂഹത്തിന് എന്താണ്? 1 വരിക. അപ്പോൾ നമ്മൾ ആൻസർ ഇപ്പോൾ എന്തായി? ഈ ബ്രാക്കറ്റിൻ്റെ ഉത്തരവും 1 ആണ്, ഇവിടുത്തെ ബ്രാക്കറ്റിൻ്റെ ഉത്തരവും 1 ആണ്. അപ്പോൾ എന്താ? 1/1. 1/1 പറഞ്ഞാൽ ഒരു സംഖ്യനെ അതേ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഉത്തരം 1 ആണ്. ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. 1 എന്നാണ് ഉത്തരമായിട്ട് വരിക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.